മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു മുട്ടയുടെ കറി ഉണ്ടാക്കുക. വളരെ നോർമൽ വേയിൽ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു മുട്ടയുടെ കറിയാണ്. അതിന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ ചേർക്കുന്നുള്ളത്: 4 മുട്ടയാണ് എടുക്കുന്നത്, പിന്നെ ഉള്ളി അരിഞ്ഞത്, അതുപോലെ ടൊമാറ്റോ അരിഞ്ഞത്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി റെഡി. പിന്നെ അതിനകത്ത് വേണ്ട സാധനങ്ങൾ എന്നൊക്കെയാണെന്ന് അതിനകത്ത് ഇതെല്ലാം കറി റെഡിയായി കഴിഞ്ഞ് ചേർക്കാൻ വേണ്ടി കുറേ ബദാമും കശുനട്ടും ഉണ്ട്. അത് അരച്ചത് ഇവിടെ ചേർത്തിരിപ്പുണ്ട്. പിന്നെ ചേർക്കുന്നത് ഞാൻ കുരുമുളകിൻ്റെ പൊടി, അതും കുറച്ച് ചേർക്കും. പിന്നെ ഹോട്ട് ചില്ലി, പിന്നെ ട്യൂമറിക് പൗഡർ, പിന്നെ കൊറിയൻഡർ പൗഡർ, പിന്നെ ചിക്കൻ മസാല. ഇത്ര സാധനങ്ങൾ ചേർക്കുന്നത്. ഇത് ഞാനിപ്പോൾ ഇതിനകത്ത് എടുക്കുന്നു കാണിക്കാൻ. ഞാൻ ഇത് കൊറിയൻഡർ പൗഡർ ഒരു അര സ്പൂണ് ചേർക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ട്യൂമറിക്കിൻ്റെ പൗഡർ അതും ഒരു അര സ്പൂൺ ചേർക്കുന്നുണ്ട്. ചേർക്കുന്നത് ഹോട്ട് ചില്ലിയാണ്. ഇത് ഇതിനകത്ത് ഇപ്പം ഞങ്ങൾ 1/4 സ്പൂൺ ഇടുന്നുള്ളൂ. ഇത് ചേർക്കുന്ന പറഞ്ഞാൽ ബ്ലാക്ക് പെപ്പറാണ്. അതും ഒരു 1/4 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത്രയും ഇൻ്റലിജൻസ് ആണ് ചേർക്കുന്നത്. ഇനി ഇത് എണ്ണ ചൂടായിരിക്കുകയാണ്. ചൂടാലേക്ക് കുറച്ച് കടുകിടുന്നു. അതിനകത്ത് കുറച്ച് ഉള്ളി ഇടുവാണ് തിളച്ച എണ്ണയ്ക്കാതെ. ഇതിൽ കുറെ സോൾട്ട് ഇടുവാണ്. സോൾട്ട്, ഇനി ഉള്ളി ഒന്ന് ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ ഇളക്കുക. ഇപ്പം ഉള്ളി ഏകദേശം ബ്രൗൺ ആയി കഴിഞ്ഞു. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി വെളുത്തുള്ളി കൂടെ ചേർക്കുവാണ്. വെളുത്തുള്ളി പേസ്റ്റാണ്. അത് ഇതൊന്ന് വഴറ്റിക്കട്ടെ. അതിൽ തക്കാളി ഇടുവാണ്. ബദായും കശുവിൻ്റെ പൊടിയാണിത്, അരച്ചതാണ്. ഇതിനൊക്കെ ഇനി ഞാൻ അതൊന്ന് ഇളക്കുക. ഇതാണ് കൂടെ ഞങ്ങളുടെ ഒന്ന് കൂട്ടി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൽ കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർക്കുവാണ്. അത് കുറച്ച് വെള്ളം കൂടെ ചേർത്തു. അത് കുറച്ച് വെള്ളം കൂടെ ചേർത്തു. ചെറിയ ചൂടാക്കിയ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഹാഫ് ബോയിൽ വാട്ടറോട് ചേർത്താണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതൊന്ന് വേകാൻ വേണ്ടി
ഒരു 2 മിനിറ്റ് 5 മിനിറ്റ് വെക്കും. അപ്പം ഈ മസാലയെല്ലാം ഒന്ന് ശരിയായിട്ട് വെന്തു. ഇനി ഇതിനകത്തോട്ട് ഈ വരഞ്ഞ മുട്ടകളെ ഇടുവാണ്. ഇത് 4 മുട്ടയാണ് ഇത് ചെയ്യുന്നത്. ഈ വരഞ്ഞ മുട്ടയുടെ മൊത്തമായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് കൂട്ടി വെച്ച് ഒന്ന് ഈ മുട്ടയിലോട്ടൊന്ന് ഇളക്കുക. ഇതിന്റെ മുട്ടയുടെ എല്ലാ സൈഡിൽ ഇത് പിടിപ്പിക്കുക. എന്നിട്ട് ഇവനെ മസാല കവർ ചെയ്ത് വെച്ച് ഒരു 2 മിനിറ്റ് ഇതിനൊന്ന് വേവിക്കുക. 2 മിനിറ്റ് കൂടുതൽ വേണ്ട. ഇപ്പൊ തീയാൻ വളരെ കുറച്ചിട്ടിരിക്കുകയാണ്. കറി റെഡിയായി കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് നോക്കാം ഇതിന്റെ ഗ്രേവിയുടെ കളറും കാര്യങ്ങളൊക്കെ നോക്കുക. എല്ലാം കുറുകി ഈ പരുവത്തിലായിരിക്കണം. അപ്പൊ ഇത് റെഡിയായി. ഞാനിത് എടുക്കുവാണ് ഈ പാത്രത്തിലോട്ട്. എങ്ങനെ എടുക്കുന്നത് കാണിക്കാൻ സിറ്റുവേഷൻ എന്നുള്ളത്. ഇതാണ് ഫൈനൽ സ്റ്റേജ്. മുട്ടയുടെ വളരെ ടേസ്റ്റിയാണ്. ഓക്കെ, താങ്ക് യു. മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ മുട്ട ബോയിൽ ചെയ്ത് പൊളിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ കാര്യം ശ്രദ്ധിക്കാനുണ്ട്. മുട്ട വെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോൾ ശരിയായ മുട്ട തിളച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് കൂടുതൽ തിളപ്പിക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് സ്റ്റൗ ഓഫ് ചെയ്ത് ആ മുട്ടയെടുത്ത് തണുത്ത വെള്ളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തണുത്ത വെള്ളത്തിൽ ശരിയായി തണുത്ത് കഴിഞ്ഞാൽ അത് പൊളിക്കുകയാണ് വേണ്ടത്. പൊളിച്ചു കഴിഞ്ഞാൽ മുട്ടയുടെ ഉണ്ണി ഈ രീതി ചെയ്യുവാണെങ്കിൽ കറക്കുകയില്ല. ഇല്ലെങ്കിൽ ഓവർ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ മുട്ടയുടെ ഉണ്ണിയുടെ പുറംവശം മുഴുവൻ കറുത്തിരിക്കും. ഇത് ഹെൽത്തിന് നല്ലതല്ല. അതുപോലെ തന്നെ മുട്ട പൊളിച്ചെടുത്ത് കറി ചേർക്കുമ്പോൾ മസാലയെല്ലാം റെഡിയാക്കി കഴിഞ്ഞ് ഈ മുട്ട കറിയിലിട്ട് വേവിക്കുമ്പോൾ അതും 5 മിനിറ്റിൽ കൂടുതൽ അതിനകത്ത് വേവിക്കരുത്. വേവിച്ച് കഴിഞ്ഞാൽ ഈ മുട്ട റബ്ബർ പോലായി പോകും. ഈ 2 കാര്യം പ്രത്യേകിച്ച് മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്.